OR കേളു പട്ടികജാതി വകുപ്പ് മന്ത്രിയായി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, ചില മാറ്റങ്ങൾ ഉണ്ടല്ലോ മൊത്തത്തിൽ, എന്തൊക്കെയാണ്? ക്രിസ്tina, മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയ സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. പട്ടികജാതി വകുപ്പ് OR കേളുവിന് നൽകിക്കൊണ്ട് ക്യാബിനറ്റിൽ വീണ്ടും ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം. CPM സംസ്ഥാന കമ്മിറ്റി യോഗം തുടരുകയാണ്. യോഗത്തിലാണ് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പാർലമെന്ററി കാര്യം MP രാജേഷിന് കൊടുക്കുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ദേവസ്വം വകുപ്പ് VN വാസവന് നൽകി. OR കേളു പട്ടികജാതി വകുപ്പ് മന്ത്രി, CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവാണ്. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA മാർ CPIM-ലില്ല. വിവരങ്ങളുമായി ചേരുന്നത് ഷഫീദ് റാവുത്തർ തന്നെയാണ്. ഷഫീദ്, സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA-മാർ CPIM-ലില്ല. അപ്പോൾ ആ പരിഗണനയൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? ഉറപ്പായിട്ടും അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി കടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ രാധാകൃഷ്ണൻ ചുമതലയുണ്ടായിരുന്ന മറ്റു വകുപ്പുകൾ അത് MP രാജേഷിനും അതേപോലെ തന്നെ VN വാസവനും നൽകി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. OR കേളു മാനന്തവാടി MLA ആണ്. മാത്രമല്ല SC/ST വകുപ്പ് അതടക്കമുള്ള വകുപ്പാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ചില ചർച്ചകളടക്കം CPM സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യമായി ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ചേലക്കരയിൽ മറ്റൊരാളെ മത്സരിപ്പിക്കാൻ പോകുന്ന ആളെ ആ രീതിയിൽ പരിഗണിക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഇത് ബന്ധപ്പെട്ട് ഉയർന്നത്. പക്ഷേ തൽക്കാലം അതിന്റെ കാര്യമില്ല. പകരം OR കേളുവിനെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന കമ്മിറ്റി എത്തുകയാണ്. മാത്രമല്ല ആദിവാസി ക്ഷേമ സമിതി നേതാവാണ് OR കേളു. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA-മാർ ഇല്ല എന്നുള്ളത്, CPM-ൽ ഇല്ല എന്നുള്ളതാണ് OR കേളുവിന്റെ പേരിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്ന ആദ്യത്തെ പട്ടികവർഗ നേതാവ്, ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്, ഇതടക്കമുള്ള പ്രത്യേകത OR കേളുവിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല വയനാട് നിന്ന് നിലവിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. അതും CPM സംസ്ഥാന കമ്മിറ്റി പരിഗണിച്ചു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. UDF MLA ആയിരുന്ന ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് 2016-ൽ OR കേളു MLA ആകുന്നത്. ഈ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച് നിയമസഭാ സമിതിയുടെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. ഏതായാലും ക്യാബിനറ്റിൽ വീണ്ടും ഒരു മാറ്റം വരുന്നു. കെ രാധാകൃഷ്ണൻ നോക്കിയിരുന്ന സുപ്രധാനമായ 3 വകുപ്പുകളിൽ ഒരെണ്ണം അത് OR കേളുവിന് നൽകിക്കൊണ്ടാണ് പുതിയ തീരുമാനം ഇപ്പോൾ CPM എടുത്തിട്ടുള്ളത്. അതേസമയം പാർലമെന്ററി കാര്യം MP രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ CPM ആ ഒരു കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ക്രിസ്tina, ഷഫീദ്, നിരവധി ഘടകങ്ങൾ പരിഗണിച്ച് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നു. ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ പല ഘടകങ്ങൾ അതിലുണ്ട്. ആദിവാസി ക്ഷേമ സമിതി നേതാവാണ്, CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, വയനാട്ടിൽ നിന്ന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല എന്ന കാര്യം വന്നു. ഏതായാലും ഈ തീരുമാനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാണോ? ക്രിസ്ത്യൻ, നിലവിൽ ആ തീരുമാനത്തിലേക്ക് കടന്നില്ല. പക്ഷേ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPM-ന് മുൻപിൽ 2 പ്രധാനപ്പെട്ട വഴികളുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള ദളിത് MLA-മാരെ പരിഗണിക്കുക എന്നുള്ളത് ഒന്നാമത്തെ വഴി. രണ്ടാമത്തേത് ഇതുമായി ബന്ധപ്പെട്ട ഈ ചേലക്കരയിൽ മത്സരിക്കുന്ന ആളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കണമെന്നടക്കമുള്ള ചർച്ചകൾ അത് കാര്യമായി CPM സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടി നേതൃനിരയിലും ഉയർന്നിരുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്നുകൊണ്ടെടുത്ത് തീർക്കാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് CPM കടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഈ OR കേളുവിനെ അനുകൂലമായി പരിഗണിക്കാനുള്ള ആ പേരിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA-മാർ CPM-ൽ ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. മാത്രമല്ല പട്ടികവർഗ വിഭാഗത്തിലുള്ള ആരെയും CPIM ഇതുവരെ മന്ത്രിയാക്കിയിട്ടില്ല. ഈ 2 കാര്യങ്ങൾ പ്രധാനമായും പരിഗണിച്ചു. മൂന്നാമത് വയനാട് നിന്ന് നിലവിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. അതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് OR കേളുവിന്റെ പേരിലേക്ക് ഇക്കാര്യങ്ങൾ എത്തുന്നത്. നേരത്തെ സച്ചിൻ ദേവ് MLA-യുടെ അടക്കം പേരുകൾ ഉയർന്നെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകണ്ട. പ്രത്യേകിച്ച് വിവാദങ്ങളടക്കം ഈ മേയറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു കേട്ടൊരു പശ്ചാത്തലത്തിൽ ആ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള കാര്യം പാർട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പിന്നാലെയാണ് OR കേളുവിലേക്ക് കാര്യമായി തീരുമാനത്തിലേക്ക് എത്താൻ CPM തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ആ തീരുമാനം ഇപ്പോൾ CPM എടുത്തിരിക്കുന്നു. ക്രിസ്tina, മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക് ക്യാബിനറ്റിലേക്ക് എത്തുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.
അദ്ദേഹത്തിന് പട്ടികജാതി വകുപ്പായിരിക്കും ലഭിക്കുക. ഒപ്പം മന്ത്രിസഭയിൽ ചെറിയ അഴിച്ചുപണിക്ക് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ചെറിയ അഴിച്ചുപണിയുടെ സാധ്യതയുമുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് OR കേളു. പാർലമെന്ററി കാര്യ വകുപ്പായിരിക്കും MP രാജേഷിന് അധികമായി ലഭിക്കുന്നത്. ദേവസ്വം വകുപ്പ് VN വാസവനും ലഭിക്കും. ഇതാണ് മറ്റ് നടക്കാനിരിക്കുന്ന മന്ത്രിസഭയിലെ ചെറിയ അഴിച്ചുപണിയുടെ വിവരങ്ങൾ. CPM സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ തുടരുകയാണ്. ആ കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഔദ്യോഗികമായി അതിൻ്റെ പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ. OR കേളു അദ്ദേഹം CPM സംസ്ഥാന കമ്മിറ്റി അംഗം, ആദിവാസി ക്ഷേമ സമിതിയുടെ നേതാവാണ്. സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റു ദളിത് MLA മാർ CPM-ൽ ഇപ്പോൾ നിലവിലില്ല. സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്ന ആദ്യത്തെ പട്ടികവർഗ നേതാവ് കൂടിയാണ് OR കേളു. അതുപോലെ വയനാട് നിന്ന് ഇപ്പോൾ നിലവിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല. അതും OR കേളുവിൻ്റെ പേര് ഉറപ്പിക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. കുറിച്യ സമുദായത്തിൽ പെട്ടയാളാണ് അദ്ദേഹം. അതുപോലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിലും അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ തുടരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, CPM സംസ്ഥാന കമ്മിറ്റി തുടരുകയാണല്ലോ. ഇത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭയിൽ മറ്റു പ്രധാനപ്പെട്ട ചില അഴിച്ചുപണികളെ പറ്റിയൊക്കെ നേരത്തെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉറപ്പായും OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുമെന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെക്കുറെ ഉറപ്പിച്ച ഒരു വിവരവുമായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റു ചില അഴിച്ചുപണികളുടെ സാധ്യതയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ആ നിലയ്ക്കൊരു സമഗ്രമായ അഴിച്ചുപണിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലും കടക്കുന്നില്ല എന്ന് വേണം കരുതാൻ, അല്ലേ? ഉറപ്പായിട്ടും വിജയകുമാർ, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാം വലിയ തിരുത്തലിന് സ്വാഭാവികമായും CPM-നെ വഴിവെക്കുമെങ്കിൽ CPM അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുതിരുമെങ്കിലും ക്യാബിനറ്റിൽ നിലവിൽ കാര്യമായിട്ടുള്ള അഴിച്ചുപണികൾ ഈ ഘട്ടത്തിലില്ല. ഒരുപക്ഷേ ഈ CPM സംസ്ഥാന കമ്മിറ്റി യോഗം അവസാനിച്ച ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോഴായിരിക്കും അതടക്കമുള്ള കാര്യങ്ങളിൽ പരിഗണിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ആലോചന ഉണ്ടാവുക. നേരത്തെ അങ്ങനെ ഒരു അഴിച്ചുപണിയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ OR കേളു അതല്ലെങ്കിൽ K രാധാകൃഷ്ണന് പകരം അത് ചുമതല ആർക്ക് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരമായിരിക്കുന്നു. അതിൽ K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരിക്കുന്ന 3 വകുപ്പുകളിൽ 3 വകുപ്പുകൾ വീതിച്ചു നൽകിക്കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നതിൽ ക്യാബിനറ്റിലേക്ക് OR കേളു പുതുതായി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മാറ്റമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. നേരത്തെയും OR കേളുവിന്റെ പേര് ഉയർന്നു കേട്ടതാണ്. സച്ചിൻ ദേവ് MLA-യുടെ പേര് അതൊരു ഘട്ടത്തിൽ പിന്നീട് പരിഗണിക്കേണ്ടതില്ലെന്നുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ OR കേളു എന്നുള്ള പേരിലേക്ക് എത്തിച്ചേർന്നതാണ്. മാനന്തവാടി MLA ആണ് OR കേളു. പലതരത്തിലുള്ള ഘടകങ്ങൾ OR കേളുവിന്റെ പേരിലേക്ക് എത്താൻ CPM-ൽ പ്രേരകമായി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ് OR കേളു. അദ്ദേഹത്തിന് പട്ടികജാതി വകുപ്പ് നൽകും. പാർലമെന്ററി കാര്യം MP രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പലതരത്തിലുള്ള മുന്നാലോചനകളുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ മത്സരിക്കുന്നയാളെ ഈ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണമോ അല്ലെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്നടക്കമുള്ള ചിന്ത അത് CPM-ൽ ഉയർന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ നിലവിലൊരു തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളതായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന അഭിപ്രായം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ OR കേളുവിനെ ക്യാബിനറ്റിലേക്ക് തീരുമാനിച്ചത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്കറിയാം ഈ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനാണ് OR കേളു. ആദിവാസി ക്ഷേമ സമിതി നേതാവാണ്. സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്ന ആദ്യത്തെ പട്ടികവർഗ നേതാവാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. കുറിച്യ സമുദായക്കാരനാണ്. UDF MLA ആയ ജയലക്ഷ്മിയെ തോൽപ്പിച്ചാണ് 2016-ൽ OR കേളു MLA ആകുന്നത്. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ അത് പലതായിരുന്നു. അത് സംസ്ഥാന കമ്മിറ്റി അംഗത്വമുള്ള മറ്റ് ദളിത് MLA-മാർ നിലവിൽ ഇപ്പോൾ CPM-ലില്ല. മാത്രമല്ല പട്ടികവർഗ വിഭാഗത്തിൽ ആരെയും CPM ഇതുവരെ മന്ത്രിയാക്കിയിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പേരിലേക്ക് എത്താൻ CPM-ൽ അല്ലെങ്കിൽ ആ ഒരു പേരിലേക്ക് എത്താനുള്ള ഒരു വഴിയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തീരുമാനം ഇപ്പോൾ CPM എടുത്തിരിക്കുന്നു. മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ചുമതല വഹിച്ചിരുന്ന 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് 3ആയി വീതിച്ച് 3 പേർക്ക് ചുമതല നൽകുന്നു. ക്യാബിനറ്റിലേക്ക് OR കേളു പുതുതായി എത്തുന്നു. വിജയകുമാർ. 2 തവണ MLA, ആദിവാസി ക്ഷേമ സമിതി നേതാവ്, അങ്ങനെ OR കേളുവിന് നിരവധി പ്രത്യേകതകളുണ്ട്. നേരത്തെ മറ്റു ചില പേരുകൾ കൂടി പരിഗണനയ്ക്ക് വന്നിരുന്നതാണ്. അന്ന് PV ശ്രീനിജൻ MLA-യുടെ പേര്, അതുപോലെ ബാലുശ്ശേരിയിലെ സച്ചിൻ ദേവിൻ്റെ പേരൊക്കെ ആ ഘട്ടത്തിൽ പരിഗണനയ്ക്ക് വന്നതാണ്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഈ ഘട്ടത്തിൽ CPM സംസ്ഥാന സമിതി എടുത്തിരിക്കുന്നു. OR കേളു മാനന്തവാടി MLA അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പായിരിക്കും
അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത ദേവസ്വം വകുപ്പ് VN വാസവന് നൽകും. പാർലമെന്ററി കാര്യം MB രാജേഷിനും നൽകും. 3 വകുപ്പുകൾ 3 പേർക്കായി വീതിച്ചു നൽകുകയാണ്. അതിൽ പട്ടികവർഗ വകുപ്പ് OR കേളുവിന് ലഭിക്കും. പാർലമെന്ററി കാര്യം MB രാജേഷിനും ദേവസ്വം VN വാസവനുമായിരിക്കും കൈകാര്യം ചെയ്യുക.